ഹലോ ഫ്രണ്ട്സ്, വിബേക് ആൻഡ് മോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആറന്മുള ഓണസദ്യ സീരീസിലെ അടുത്ത വിഭവം പുളിശ്ശേരിയാണ്. പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള കുമ്പളങ്ങ നമുക്ക് വേവിച്ചെടുക്കണം. ക്ലീൻ ആക്കിയ കുമ്പളങ്ങ 2 കപ്പ് അരിഞ്ഞെടുത്തതാണിത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില. ഇനി നമുക്കിതിലേക്ക് നിരക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. 5 പച്ചമുളക് കീറിയതും ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇതൊന്ന് തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിനെ ഫ്ലെയിം കുറച്ച് വെച്ച് വേവിക്കാം. വെള്ളം നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചാൽ നിങ്ങളിത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഇല്ലെങ്കിൽ വെള്ളമെല്ലാം വറ്റി കഷ്ണം കരിഞ്ഞ് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. പുളിശ്ശേരിക്ക് അരയ്ക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 മുറി തേങ്ങ തിരുമ്മി എടുത്തത് ജാറിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് അരയ്ക്കാം. ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കണം. നമ്മുടെ കുമ്പളങ്ങ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഫ്ലെയിം തീരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. 3 കപ്പ് തൈര് ഉടച്ചതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ ഞാൻ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പുളിശ്ശേരി അങ്ങ് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇനി നമുക്ക് കടുക് വറക്കാം. നമ്മളിവിടെ കടുക് വറക്കാൻ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഫ്ലെയിം ഒരല്പം കുറച്ച് വെക്കുകയാണ്. 1 ടീസ്പൂൺ ഉലുവ കൂടെ ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകും പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു 4-5 ചുവന്നുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം തീരെ കുറച്ച് വെക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നമ്മൾ കുമ്പളങ്ങ വേവിച്ചപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ നമ്മൾ കടുക് വറുക്കുന്നതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുമ്പോൾ നമ്മുടെ പുളിശ്ശേരിക്ക് നല്ല കളർ കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് വറുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആറന്മുള ഓണസദ്യ സ്റ്റൈൽ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കണം. റിവ്യൂസ് അറിയിക്കാൻ മറക്കരുത്. അടുത്ത വിഭവമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്